ലാസറസ് ഇറങ്ങുന്നേക്കാൻ മുമ്പ് ഒരുപാട് ഫേമസ് ആയ ഒരു സീരീസാണ് ലാസറസ് എന്ന് പറയുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, കൗബോയ് ബീപ്പൂബ് അതുപോലെ സാമുറായ് ചാമ്പലു പോലുള്ള ആനിമയുടെ ക്രിയേറ്ററാണ് ലാസറസും ചെയ്തിരിക്കുന്നത്, വതനാബെ ഷിനിച്ചിറോ. അതുപോരാതെ ജോൺ വിക്കിന്റെ ആക്ഷൻ ഡയറക്ടറും ഇതിനകത്ത് ഉണ്ട്. സോ ലാസറസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റിൽ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അവർ ഒരു ഗുഡ് പ്രൊമൈസ്, അതായത് അതിനൊരു സ്റ്റോറി ലൈൻ ഇട്ട് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്ന മാപ്പയാണ്. അപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് തന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്യൂച്ചറിൽ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നു. ആ ഡ്രഗ് ലോകത്തുള്ള എല്ലാ അസുഖങ്ങളും ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ആ വേൾഡിൽ അതൊരു 3-4 കൊല്ലം അതങ്ങനെ പോയി. ആളുകളെല്ലാം ആ ഡ്രഗ് എടുത്തു. എന്താ പറയുക, ലൈക്ക് ഒരു മാജിക്കൽ ഡ്രഗ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ രോഗങ്ങളും കീഴടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡ്രഗ് യൂസ് ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചുരുക്കം കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം അതിൻ്റെ ക്രിയേറ്റർ വന്നിട്ട് പറയാണ്, നിങ്ങൾക്കെല്ലാം ലെസ് ദാൻ 30 days ആണ് ഉള്ളത്. അപ്പോൾ ആ 30 daysനുള്ളിൽ ഈ ഡ്രഗ് എടുത്തവരെല്ലാം മരിക്കും. അതിൻ്റെ ഒരു ക്യൂറുണ്ട്. ആ ക്യൂറ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡോക്ടറെ കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഡോക്ടർ എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഗവൺമെൻറ്റും കുറേ ഓർഗനൈസേഷൻസും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഡോക്ടറെ തേടി ഇറങ്ങുകയാണ്. സോ ലാസറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, നമ്മുടെ മെയിനായിട്ടുള്ള ഈ നായകൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളി ഇതിനകത്താണ് ഉള്ളത്. ഒരു ജയിലിലായിരിക്കും. അവിടെ നിന്ന് പുള്ളിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവർ കുറച്ച് പേര് ഒരു ടീം ഉണ്ടാക്കുന്നു. ആ ടീം ഈ ഡോക്ടറെ തേടി പോകുന്നതായിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് എനിവേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഗുഡ്. ഒരു കൗബോയ് ബീപ്പൂപ്പൊക്കെ പ്രതീക്ഷിച്ച് പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് മൈ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമയാണ് കൗബോയ് ബീപ്പൂപ്പ്. അതിൻ്റെ സ്റ്റോറി ആയാലും അതിൻ്റെ ഫിലോസഫി ആയാലും അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയാലും അതിൻ്റെ വോയിസ് ആയാലും എല്ലാം, വോയിസ് ആക്ടിങ് എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ആൻഡ് ലാസറസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആനിമേഷൻ ചിലയിടങ്ങളിൽ ചെറിയ പാളിച്ചകളുണ്ട്, എങ്കിലും ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വോയിസ് ആക്ടിങ്, ഞാൻ ഇംഗ്ലീഷ് ഡബ്ബ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കാരണം കമ്പയറിങ് ടു കൗബോയ് അല്ലെങ്കിൽ സാമുറായ് ചാമ്പലു, അതെല്ലാം അതിൻ്റെ ഡബ്ബ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ബട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഇംഗ്ലീഷ് ഡബ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ജാപ്പനീസ് ഡബ് ടു വാസ് ആക്ച്വലി അത്ര സെറ്റപ്പ് നല്ലായിരുന്നു. സ്റ്റിൽ ഓക്കെ ആയിരുന്നു. ആൻഡ് ഇത് വെറും ഒരു ഫസ്റ്റ് എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ ആ ഒരു സ്പൈക്ക് സ്പീഗിൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ അവർ ആ ഒരു റിസംബിൾ ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലത്ത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതില്ലായിരുന്നെങ്കിൽ, എങ്ങനെയായാലും നമ്മൾ ഓർക്കും, എന്നാലും അതില്ലായിരുന്നെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നില്ല ആ ഒരു ആനിമയോട് അത്ര പിടിച്ചു നിൽക്കാൻ ഈ ഒരു ആനിമയ്ക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഇതിൽ അത്യാവശ്യം നല്ല സൗണ്ട് ട്രാക്സ് സംഭവങ്ങളെല്ലാം കിടലാണ്. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ആക്ച്വലി ഗുഡ് എന്ന് തോന്നുന്നു. എല്ലാവരും റിസംബ്ലിംഗ് ആണ്. ലൈക്ക് സ്പൈക്ക് ആയാലും അവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും പോലെ തന്നെ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും സെയിം രീതിയിൽ റിസംബിൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം. ബാക്കി എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഒരു ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ഈവൻ IG എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് എനിക്കൊരു 5 കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരെയൊന്നും ഇപ്പോൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ടോട്ടലി നോട്ട് ഗുഡ് എന്ന് വെച്ചാൽ അവർ പറയുന്ന കൊള്ളില്ല എന്ന് പറയുന്ന ആനിമേസ് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം.